ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു CB ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രാവൽ ബ്ലോക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പെർള എന്ന സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. കാസർഗോഡ് ടൗണിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരമുണ്ട് പെർള എന്ന സ്ഥലത്തേക്ക്. പെർള കാസർഗോട്ടെ മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജ്, ഇനിയും നല്ല പ്രൊജക്റ്റുകൾ വരാൻ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് പെർളയുടെ വിശേഷങ്ങൾ അറിയാം. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നമ്മുടെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇത് കാസർഗോഡ് മെഡിക്കൽ കോളേജിൻ്റെ റോഡാണ്. മെഡിക്കൽ കോളേജ് ഇവിടെ നിന്ന് പെർള ടൗണിലേക്ക് 1 കിലോമീറ്റർ ദൂരമുണ്ടാകും. കോവിഡിന് മാത്രമാണ് മെഡിക്കൽ കോളേജ് ഓപ്പൺ ആയിട്ടുള്ളത്. പണികളൊക്കെ പുരോഗമിക്കുകയാണ്. ഇത് നമ്മുടെ പെർളയിലെ ടൗൺ ആണ്. പെർളയിൽ നിന്ന് 1/2 കിലോമീറ്റർ ദൂരം പോയാൽ സത്യസായി ഗ്രാമം. കേരള ഗവൺമെന്റും സത്യസായി ട്രസ്റ്റിന്റെയും ഹൗസിംഗ് പ്രോജക്റ്റ്. ഇവിടെ 34ഓളം വീടുകൾ ഇൻഡോസൾഫാൻ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി തയ്യാറായിരിക്കുകയാണ്. ജോയ് ആലുക്കാസ് ഗ്രൂപ്പാണ് ഈ വീടുകൾ നിർമ്മിച്ച് കൊടുക്കുന്നത്. പെർളയിൽ നിന്ന് 6 കിലോമീറ്റർ ദൂരം പോയാൽ ഒരു ഡാം, ചെറിയൊരു ഡാം ഉണ്ടെന്ന് അറിയാൻ പറ്റി. അങ്ങനെ അങ്ങോട്ടേക്ക് തിരിച്ചു. സിറിയ അണക്കെട്ട് 1951 ഇത് നിർമ്മിച്ചത്. മദ്രാസ് സ്റ്റേറ്റാണ് ഇത് നിർമ്മിച്ചതെന്ന് ഇവിടെ നമുക്ക് എഴുതി കാണാം.
ഇവിടെ ഒരു മലയാള മൂവി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഫഹദ് ഫാസിലിൻ്റെ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിലെ ഫഹദ് ഫാസിലും സുരാജും ഈ തോട്ടിയിലൂടെ ഒരു സംഘടന രംഗം ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടുത്തെ ഒരു നാട്ടുകാർ ഹുസൈനോടാണ് നമുക്ക് ഈ അണക്കെട്ടിനെ പറ്റി ചോദിച്ചറിയാനുള്ളത്. ദേറെടുക്ക അണക്കെട്ട് എന്നാണ് അറിയപ്പെടുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഇത് കാസർഗോഡ് ജില്ലയിൽ പെർള എന്ന് പറയുന്ന സ്ഥലത്ത് എൻമക്കജ പഞ്ചായത്തിൽപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഈ ഡാമിലേക്ക് ദേറെടുക്ക ഡാം എന്നാണ്. പക്ഷേ ഇത് മദ്രാസ് ഗവൺമെൻറ് 1951 നിർമ്മിച്ച ഒരു ഡാമാണിത്. തൊണ്ടി മുതൽ ദൃക്സാക്ഷികൾ എന്ന സിനിമ, ഫഹദ് ഫാസിലിൻ്റെ സിനിമേൻ്റെ ഒരു ഷൂട്ട് വരെ ഇവിടെ നടന്നിട്ടുണ്ട്. പിന്നെ ഈ അണക്കെട്ട് പോകുന്നത്, ഇത് നേരെ പോകുന്നത് അങ്കടി മുഗർ വഴി അത് സിറിയയിലേക്ക് പോയിട്ട് ജോയിൻ്റ് ആവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഡാം കെട്ടിയിട്ട് അതിനെ വെള്ളം ലഭിക്കുന്നുണ്ട്. അതിപ്പോൾ നല്ല മഴ, ഹെവി മഴ വന്നു കഴിഞ്ഞാൽ ഇതിലും ഹൈറ്റായിട്ട് വെള്ളം നിറയലുണ്ട്. സ്വർഗ മലകളും കുന്നിൻ ചെരുവുകളുമുള്ള സ്ഥലം. പെർളയിൽ നിന്ന് 6 കിലോമീറ്ററോളം ദൂരം. ഈ സ്വർഗത്തേക്ക് എത്ര കിലോമീറ്റർ? 5 കിലോമീറ്ററാ? ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ഉണ്ട്. അത് ഈ സ്വർഗം എന്തുകൊണ്ട് പേരിട്ടിനത്? അത് വളരെ ഒരു ഡേഞ്ചറായ ഒരു സ്ഥലമാണ്. എന്തെന്ന് പറഞ്ഞാൽ രാത്രിയൊക്കെ വളരെ ഡേഞ്ചറാണ്. കുന്നും ചെരിവും കാടുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് സ്വർഗം. പേര് മാത്രമാണ് സ്വർഗം, സ്ഥലങ്ങൾ വലിയൊരു ഡേഞ്ചർ പിടിച്ച സ്ഥലമാണ്. അതെ അതെ അതെ. അപ്പോൾ ഫ്രണ്ട്സ്, കാസർകോട്ടെ സ്വർഗ എന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. സമയം വളരെ വൈകിയിരുന്നു. അതുപോലെ തന്നെ നല്ല മഴയും ഉണ്ടായിരുന്നു. പെർളയിൽ തന്നെ വേറെ ഒരാളെയും കൂടി നമുക്ക് പരിചയപ്പെടാനുണ്ടായിരുന്നു. അയാളുടെ വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.